എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഒരു നല്ല ദിനത്തിലേക്ക് കടക്കുകയാണ്. ഒരു വാർത്തോദയത്തിന്റെ സമയമാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് പറയുക, ഒരു മൊത്തം എനർജിയോട് കൂടി തുടങ്ങാനുള്ള ഒരു സമയം കൂടിയാണ്. പ്രവിത, അതെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല വാർത്തകളൊക്കെ കേട്ട് കൂടുതൽ എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്നൊക്കെ പ്രേക്ഷകരിലേക്ക് പറയാൻ അല്ലെങ്കിൽ ആ പ്രേക്ഷകരിലേക്ക് ആ വാർത്തകളൊക്കെ എത്തിക്കാൻ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ പ്രേക്ഷകർക്ക്? എവിടെയാണ്? പനമ്പള്ളി നഗറിലാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് സ്കേപ്പ് എന്ന് പറയുന്ന വാക്ക്വേയിലാണ് നമ്മളുള്ളത്. ഈ വാക്ക്വേയെ പറ്റി ഒന്ന് പറയണം തോന്നുന്നു. കാരണം 2016 KMRL പണി കഴിപ്പിച്ചതാണ് ഈ വാക്ക്വേ. 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അതിന്റെ എത്രത്തോളം അതിനെ ഇപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരാം. നമ്മൾ ഇതിന്റെ മറ്റൊരു സ്ട്രെച്ചിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച മുമ്പ് വന്നതാണ്. അപ്പോൾ ഇപ്പം അതിന്റെ സെക്കൻഡ് സ്ട്രെച്ചിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വാക്ക്വേ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം പോകെ ആരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതും ഒപ്പം വാക്ക്വേയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് കാണാം. വാർത്തകൾ ഒരുപാട് സംഭവിക്കുന്ന നേരം കൂടിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ മോർണിംഗ് വാക്ക് തുടരുന്നു. അപ്പോൾ വാർത്തകളും സംഭവിക്കുന്നു. ആ വാർത്തകളിലേക്കൊക്കെ നമ്മൾ കിടക്കും. അപ്പോൾ ഇന്ന് ഡേറ്റ് പറഞ്ഞില്ല എന്നൊരു പ്രശ്നം വേണ്ട. ഇന്ന് എന്താണ്? 2024 ഡിസംബർ 10-ാം തീയതിയാണ് അല്ലേ? ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ചയാണോ? ചൊവ്വാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. സ്വാഗതം. കോട്ടയം വില്ലൂന്നിയിൽ ബൈക്ക് പോസ്റ്റൽ ഇടിച്ച് യുവതി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, വില്ലൂന്നി സ്വദേശിനി നിത്യ ബിജു ആണ് മരിച്ചതെന്ന് പറയുന്നു. ജിമ്മിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്ത ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായെന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാന്നാനം കെ കോളേജിലെ ബികോം അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് നിത്യ. ഇന്നലെ വൈകുന്നേരം ജിമ്മിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഈ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടമായി ഒരു പോസ്റ്റിൽ ഇടിക്കുകയും തുടർന്ന് ബാരിക്കേഡിലിടിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നു. ഉടൻ തന്നെ നിത്യയെ ആശുപത്രിയിലേക്ക് നാട്ടുകാർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. സാധാരണ വീട്ടിലേക്ക് വരുന്ന സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ എന്താണ് സംഭവിച്ചത്, നിയന്ത്രണം നഷ്ടമാകാനുള്ള കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മ പുറത്ത് നേഴ്സാണ്, ജോലി ചെയ്യുകയാണ്, വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അമ്മ നാട്ടിലേക്ക് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. നിലവിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു അപകട വാർത്തയാണ് ഇപ്പോൾ കോട്ടയം വില്ലൂന്നിയിൽ നിന്ന് നമ്മെ തേടിയെത്തിയത്. വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. അപ്പോൾ പറയാനുള്ളത്, ഈ പ്രഭാതത്തിൽ വിവിധ സ്ഥലത്തേക്കൊക്കെ യാത്ര തിരിക്കുന്നവർ വളരെ സാവധാനം മാത്രം വണ്ടി ഓടിക്കുക. നമ്മളുടെ ജീവനോടൊപ്പം മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ കയ്യിലാണെന്നുള്ള ഒരു ഓർമ്മ എല്ലാ സമയത്തും നമ്മുടെ വേഗം കുറച്ച് മാത്രം വാഹനങ്ങൾ ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫായിട്ട്. ആകെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്താണ്, ധൃതിയിൽ പലപ്പോഴും അത് ആൾക്കാർ മറക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഇന്ന് മറ്റൊരു അപകട വാർത്ത കേൾക്കാതിരിക്കട്ടെ. അപ്പൊ നമുക്കിനി ഇവിടെ നേരെ കൊല്ലത്തേക്ക് പോയാലോ? അതെ, രാഷ്ട്രീയ വാർത്തകളിലേക്ക് കൂടി നമുക്കൊന്ന് കടക്കാം. കാരണം ഇന്നിപ്പോൾ CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ്. സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന കൊല്ലത്താണ് ആദ്യത്തെ ജില്ലാ സമ്മേളനം എന്നതും പ്രത്യേകതയാണ്. അപ്പോൾ കൊല്ലത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക, ഏറ്റവും കൂടുതൽ ഇത്തവണ ഈ മറ്റു തലങ്ങളിൽ, അതായത് ഏരിയ തലങ്ങളിലും ലോക്കൽ തലങ്ങളിലൊക്കെ ഏറ്റവും പ്രശ്നങ്ങളുണ്ടായ, അതായത് തർക്കങ്ങളൊക്കെ ഉണ്ടായ ഒരു ജില്ല കൂടിയാണ് കൊല്ലം. മാത്രമല്ല ഏരിയ കമ്മിറ്റി പെരുന്നാഗപ്പള്ളിയിൽ ഇത്തരം നമ്മൾ കാഴ്ച കണ്ടതാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്നത്. അതുകൊണ്ട് വിഭാഗീയത ഒക്കെ ഏറ്റവും കൂടുതലുള്ള കൊല്ലം ജില്ലാ സമ്മേളനമാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ വിവാദങ്ങളൊക്കെ ഒരുപാടുള്ള സമയത്ത് കൂടിയാണ് ഈ സമ്മേളനം തുടങ്ങുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഭരണപരമായ നേട്ടങ്ങൾ എല്ലാം ചർച്ചയാകും. ഇന്ന് മുതൽ ഡിസംബർ 12 വരെ കൊട്ടിയം മയ്യനാട് ധവളക്കുഴിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് കൊല്ലം ജില്ലാ സമ്മേളനം. PB അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലാ സമ്മേളനത്തിൽ 450 പ്രതിനിധികളുണ്ട്. എന്നാൽ ഇതിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ല.
സമ്മേളനം കയ്യാങ്കളിയിൽ കലാശിച്ച കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. 7 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് നിലവിൽ ഏരിയ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത്. വിഭാഗീയതയുടെ കാലം കഴിഞ്ഞെന്ന ആത്മവിശ്വാസവുമായാണ് ഇത്തവണ CPIM സംഘടനാ സമ്മേളനങ്ങളിലേക്ക് കടന്നത്. എന്നാൽ ഏരിയ സമ്മേളനത്തിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ പൊട്ടിത്തെറികളായി. സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട കൊല്ലത്താണ് വിഭാഗീയത തെരുവിലെത്തിയത്. ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ വെച്ചത്. സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട കൊല്ലത്ത് തന്നെ ഇത്തരം പൊട്ടിത്തെറിയുണ്ടായത് നേതൃത്വത്തെ ഞെട്ടിച്ചു. പോലീസ് വകുപ്പടക്കം സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മ പരിശോധന ജില്ലാ സമ്മേളന ചർച്ചകളിൽ നടന്നേക്കും. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ഉയർന്ന ആക്ഷേപങ്ങളും PV അൻവറും P ശശി മുതൽ PP ദിവ്യ വരെ ഉൾപ്പെട്ട വിവാദങ്ങളും ചർച്ചയാകുമോ എന്ന് കണ്ടറിയണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയും ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലും ചർച്ചയാകുന്ന സമ്മേളനങ്ങൾ 3ാം തുടർഭരണം ലക്ഷ്യമിടുന്ന CPIM-ന് സംഘടനാ തലത്തിലും നിർണായകമാണ്. മാർച്ച് ആദ്യവാരം കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം. 24 കൊല്ലം. അപ്പോൾ അതാണ് കൊല്ലത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് അല്ലേ? അതെ. ഇനി അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്ത് നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചിയൂരിൽ ഈ പൊതുവഴി തടഞ്ഞതിൽ കോടതി ലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവരാണ് കേസിലെ എതിർകക്ഷികൾ. കൊച്ചി മരട് സ്വദേശിയാണ് പരാതിക്കാരൻ. 2010 ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണ് വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞു നടത്തിയ CPIM ഏരിയ സമ്മേളനം എന്നാണ് ഹർജിക്കാരന്റെ ആക്ഷേപം. നമ്മളങ്ങനെ CPIM-ന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് നേരെ BJP-യുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോയാലോ? അതൊരു പ്രത്യേക ഒരു ഒന്നൊന്നര വിശേഷമാണ്. കാരണം ഇന്നലെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ BJP-യിൽ നടക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് നമുക്കറിയാം ആകെ എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും 14 ജില്ലകളിലും കമ്മിറ്റികളുണ്ടാവും. അപ്പോ BJP-യിലേക്ക് 31 ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത ഇപ്പോൾ വരുന്നു. SM കൃഷ്ണ അന്തരിച്ചു. മുൻ കർണാടക മുഖ്യമന്ത്രിയാണ് SM കൃഷ്ണ അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നത്. 92 വയസ്സായിരുന്നു അല്ലെ? വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേന്ദ്ര വിദേശകാര്യമന്ത്രി, ഗവർണർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് എന്നിവരുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ബംഗളൂരുവിനെ IT നഗരമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് 2017 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്ന നേതാവ് കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, അപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണെന്ന് അറിയാം. SM കൃഷ്ണ 92 വയസ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ബംഗളൂരുവിലെ വസതിയിൽ വെച്ച് സംഭവിച്ചത്. ഏറെക്കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇപ്പോൾ വിടവാങ്ങിയിട്ടുള്ളത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി, ഗവർണർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. കർണാടക മുൻ മുഖ്യമന്ത്രിയാണ്. കർണാടക പ്രത്യേകിച്ച് ബംഗളൂരു നഗരത്തിന്റെ നഗരം ഒരു IT നഗരമായി രൂപപ്പെടുത്തുന്നതിലൊക്കെ SM കൃഷ്ണ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 2017 ഈ കേന്ദ്ര നേതൃത്വവുമായ ചില ഭിന്നതകളെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്നത്. അതിനുശേഷം 2022 ശേഷം അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. അതായത് ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. 2009 മുതൽ 2012 വരെ UPA സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു. 1999 മുതൽ 2004 വരെയാണ് അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത്. 1962, അതായത് 50 കാലഘട്ടത്തിൽ തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളാണ് SM കൃഷ്ണ. 1962 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ ആണ് അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടായത്. അങ്ങനെ ദീർഘകാലത്ത് പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് ഇപ്പോൾ വിടവാങ്ങിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതേയുള്ളൂ. പുലർച്ചെ 3 മണിയോടെ ബംഗളൂരുവിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഏറെക്കാലമായി അദ്ദേഹം ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ട് അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. എന്തായാലും വലിയ ഒരു
ഒരു വിയോഗം, അദ്ദേഹത്തിന്റെ വിയോഗം ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ശൂന്യത ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, അദ്ദേഹം ഒരു അധികായനായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതം എങ്ങനെ ഓർത്തെടുക്കാം? പ്രവിധ, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1962 ആണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടായത്. പിന്നീട് ദീർഘകാലം അദ്ദേഹം ഈ കോൺഗ്രസിലാണ് അദ്ദേഹത്തിന്റെ, നമുക്ക് അറിയുന്ന പോലെ പതിറ്റാണ്ടുകൾ കോൺഗ്രസിലാണ് അദ്ദേഹത്തിന്റെ സജീവ രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. 2017 നമുക്ക് അറിയുന്ന പോലെ അത് വലിയ രാഷ്ട്രീയമായ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായതാണ്. കേന്ദ്ര നേതൃത്വവുമായ ഉണ്ടായ ചില ഭിന്നതകളെ തുടർന്ന് BJPയിൽ ചേരുകയാണ് ഉണ്ടായിരുന്നത്. 2009 മുതൽ 2012 വരെ UPA സർക്കാരിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു. 1999 മുതൽ 2004 വരെ ആ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കറിയുന്ന പോലെ തന്നെ ബംഗളൂരുവിന്റെ വളരെ നിർണായകമായി IT നഗരമായി രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ ഒരു കാലയളവായി പിന്നീട് സൂചിപ്പിക്കുകയും ചെയ്യപ്പെട്ട കാലമാണ്. ആ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ നഗര കേന്ദ്രീകൃതമായി അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായിരുന്നു. അത് പിന്നീട് അതങ്ങനെ ശ്ലാഘിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ IT നഗരമായി ബംഗളൂരുവിനെ രൂപപ്പെടുത്തുന്നതിൽ SM കൃഷ്ണ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നത്. കോൺഗ്രസിലെ സംഘടനാ പ്രവർത്തനത്തിലും അദ്ദേഹം, അതായത് കർണാടക കോൺഗ്രസിലെ പ്രവർത്തനത്തിലും അദ്ദേഹം വളരെ സജീവമായിരുന്നു. ഒരു ഘട്ടത്തിൽ നേതൃപദവിയിൽ നിന്ന് കർണാടകയിലെ കോൺഗ്രസ്, പ്രത്യേകിച്ച് നമുക്കറിയുന്ന പോലെ തന്നെ ഓൾഡ് മൈസൂരു മേഖലയിലും ഈ മഹാരാഷ്ട്ര ഈ അതിർത്തി മേഖലയിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല ഇടപെടലുകളും കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ പോലും അദ്ദേഹം വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി കർണാടകയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കോൺഗ്രസിൽ വലിയ പാരമ്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 2017 പക്ഷേ കോൺഗ്രസ് ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ച് BJPയിൽ ചേരുകയായിരുന്നു. ഏറെക്കാലം BJPയിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയില്ല. അതിനുശേഷം അദ്ദേഹത്തിന് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പൂർണ്ണമായും വാർദ്ധക്യ സഹജ അസുഖങ്ങൾ തുടർന്ന് അദ്ദേഹം ഇത്തരത്തിൽ വിശ്രമത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറെക്കാലത്തെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക, എവിടെയാണ് എന്തൊക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും 3 വ്യത്യസ്ത പ്രധാനമന്ത്രിമാരുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നതും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ്, ഈ 3 പ്രധാനമന്ത്രിമാരുടെയും മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു ഏറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തിയ നേതാവ് കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളൊക്കെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള സാധ്യത തീർച്ചയായിട്ടും അതുണ്ടാവും. നേരത്തെ നമ്മൾ BJPയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതെ, നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളാണ് ഉള്ളതെങ്കിൽ BJPക്ക് ഇനി എത്ര ജില്ലാ കമ്മിറ്റികളുണ്ട്? 31 ജില്ലാ കമ്മിറ്റികൾ എന്നാണ് ഒരു പുതിയ നയം, ഒരു എന്താണ് പറയുക, തന്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന് 31 ജില്ലാ കമ്മിറ്റികൾ BJPക്ക് ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി പ്രവർത്തിക്കാനാണ് BJPയുടെ ശ്രമം. അതെ, 5 ജില്ലകളിലാണ് തോന്നുന്നു, തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഊന്നൽ നൽകുന്നത്. അതെ, അതടക്കമുള്ള 5 ജില്ലകളിൽ 3 വീതം ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാവുമെന്നാണ്. അപ്പൊ എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനം, അതൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. സംഘടനാപരമായ സൗകര്യം കണക്കിലെടുത്താണ് BJPയിൽ സമ്പൂർണ്ണമായ ഉടച്ചുവാർക്കലുണ്ടായത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 3 ജില്ലാ കമ്മിറ്റികൾ വീതമുണ്ടാകും. മറ്റ് 7 ജില്ലകൾക്ക് 2 ജില്ലാ കമ്മിറ്റികൾ എന്ന നിലയിലാണ് കണക്ക്. പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ ഓരോ കമ്മിറ്റികൾ തന്നെ തുടരും. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനുവരിയോടെ പുതിയ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരും. ഇന്ന് എറണാകുളത്ത് ചേർന്ന BJPയുടെ കോർ കമ്മിറ്റിയിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. നേരത്തെ നിയമസഭാ മണ്ഡലം കമ്മിറ്റിയെ BJP 2ആയി വിഭജിച്ചിരുന്നു. ഇത് വിജയം കണ്ടതോടെയാണ് ജില്ലാതലത്തിലും പുതിയ പരീക്ഷണം. അതേസമയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടിമുടി പൊരുതാനുറച്ചാണ് BJP നേതൃത്വത്തിന്റെ നീക്കങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ, തിരുവനന്തപുരം കോർപ്പറേഷനുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാനും കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോർ കമ്മിറ്റി വിപുലീകരിച്ച BJP സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ, KS രാധാകൃഷ്ണൻ എന്നിവരെയും ഉൾപ്പെടുത്തി. 24 കൊച്ചി.
ഇപ്പൊ 31 ജില്ലാ കമ്മിറ്റികളാണ് BJP ഉള്ളത് അല്ലെ? അപ്പൊ 31 എന്ന് പറഞ്ഞപ്പോഴാണ് 31മായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത വരാൻ പോകുന്നത്. ഇന്ന് 31 ഡേ ആണോ ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് തെരഞ്ഞെടുപ്പ്. ആകെ 102 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. സലീം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് അതിൽ ഉള്ള ഈ പറയുന്ന 102 സ്ഥാനാർത്ഥികൾ 31 ഇടങ്ങളിലായി മത്സരിക്കുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർഡുകൾ? കാരണം ഏതെങ്കിലും ഇത്തരത്തിലുള്ള തദ്ദേശ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ തന്നെ ഈ ഭരണമാറ്റത്തിനുള്ള സാധ്യതയ്ക്കുള്ള ഏതെങ്കിലും വാർഡുകളൊക്കെ ഉണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രജിൻ, പ്രവിത, ഗുഡ് മോർണിംഗ്. ഇന്ന് 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ചിലയിടങ്ങളിൽ, ചില ജില്ലകളിലെ ചില പഞ്ചായത്തുകളിൽ ഭരണമാറ്റത്തിനുൾപ്പെടെ സാധ്യത ഉള്ള നിലയിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. ഒരു സീറ്റിന് മാത്രം അധിക വ്യത്യാസത്തിൽ ഭരിക്കുന്ന LDFും BJPയും UDFും ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ഇന്നത്തെ മത്സരത്തിനുണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം അത് ആലപ്പുഴ ജില്ലയിലെ പത്തിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ മത്സരമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ആര് ജയിച്ചാലും ഭരണമാറ്റം ഉണ്ടാകില്ല. പക്ഷേ അവിടം ശ്രദ്ധേയമാകുന്നത് മുൻപ് CPIMന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ബിബിൻ സി ബാബുവിൻ്റെ പാർട്ടി മാറ്റത്തെ തുടർന്നാണ്. അവിടെ CPIMും BJPയും തമ്മിലുള്ള വലിയ മത്സരമുണ്ട്. മാത്രമല്ല രൂപീകരണം മുതൽ തന്നെ ആ വാർഡ് CPIM ജയിച്ചതാണ്. അതിന് പക്ഷേ സാധാരണ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു. പക്ഷേ ബിബിൻ സി ബാബു ആ സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുകയും അവിടെ BJPയെ ജയിപ്പിക്കുമെന്നൊരു വലിയ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതിനുശേഷം രൂപീകരണത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു മാറ്റം, ഒരു ഭരണമാറ്റം അതല്ലെങ്കിൽ ഒരു അധികാര മാറ്റം ആ പഞ്ചായത്തിലെ ആ വാർഡിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ കൗതുകം. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം ഈ ഡീലിമിറ്റേഷന് ശേഷം, വാർഡ് വിഭജനത്തിന് ശേഷം ആദ്യമായാണ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിലൊരു ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുന്നുണ്ട്, 3 ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടുന്നുണ്ട്, 23 പഞ്ചായത്ത് വാർഡുകളും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇതുമായി ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതും മുന്നണികൾ കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും അധികം ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ മാത്രം 6 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആലപ്പുഴയിൽ 5 നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് 1 മാത്രമാണ്. അങ്ങനെ മുഴുവൻ 11 ജില്ലകളിൽ നടക്കുന്ന ഒരു വലിയ ഉപതെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ഇതിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. നാളെ രാവിലെ 10 മണിക്കാണ് അതത് കേന്ദ്രങ്ങളിൽ വെച്ച് വോട്ടെണ്ണൽ നടക്കുക. പ്രജിൻ, പ്രവിത. ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾക്ക് ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ വൈകി വന്ന പ്രേക്ഷകർക്കായിട്ടാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. പനമ്പള്ളി നഗറിലെ ഈ സ്ട്രീറ്റ് സ്കേപ്പ് എന്ന് പറയുന്ന വാക്ക്വേയിലാണ്. പനമ്പള്ളി നഗർ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ്. മാത്രമല്ല ഇവിടെ 2 പ്രത്യേകതകളുണ്ട്. വ്യാപാര കേന്ദ്രങ്ങളുണ്ട്, റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത് അല്ലെ? സുലൈമാൻ അബ്ദുൽ ഖാദർ പ്രവൃത്തിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അത് തുടങ്ങാം നമ്മുടെ കമന്റ്. ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് പ്രവിത. കാലിൽ പരുക്ക് പറ്റിയത് ഇപ്പോൾ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന് പ്രതിയോട് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നം നമ്മൾ ഈ നടത്തത്തിൽ കാണാനുണ്ട്. എന്തായാലും ഓർത്ത് പ്രേക്ഷകരത് ചോദിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടോ പ്രേക്ഷകരുടെ ആ കെയറിങ് കണ്ടോ. ഹസീനയും ചോദിക്കുന്നുണ്ടായിരുന്നു അത് കാലെങ്ങനെയുണ്ടെന്ന്. അപ്പൊ സൂക്ഷിച്ച് നടക്കണം എന്ന് എന്നോട് പ്രേക്ഷകർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പറയുന്നു. ജോലിക്കിടയിലാണ് 24 കാണുന്നത് കേൾക്കുന്നത്. അതിനിടയ്ക്ക് എല്ലാവർക്കും മറുപടി തരാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. കാരണം ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ചാറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകർ തമ്മിലുള്ള ചാറ്റിംഗ് നടക്കുന്നത്. സുനിത ഗുഡ് മോർണിംഗ് പ്രാപ്ര എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ആ വിളി കേൾക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അങ്ങനെ പിന്നെ ആ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകരുടെ വൈകാരികമായ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതെ, മലബാർ വാലി അത്തരത്തിലൊരു കമന്റ് നൽകുന്നുണ്ട്. മലയാളി സമൂഹത്തിന് മനസാക്ഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അടിയന്തര ചികിത്സ സ്വയം നടത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെന്താ, നിങ്ങൾ രണ്ടുപേരും ഇത്ര നേരമായിട്ടും കമന്റ് ബോക്സിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വാർത്തകൾ വന്നതുകൊണ്ടാണ്. വാർത്തകളായിരുന്നല്ലോ, പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് നമ്മൾ എന്തായാലും വരുന്നുണ്ട്, വന്നു കഴിഞ്ഞു. ആ വാർത്തകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്.